മലയാളം വിഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളം ബ്രോഡ്വേയ്ക്ക് അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ബ്രോഡ്വേയിലേക്ക് പോവുകയാണ്. ബ്രോഡ്വേയിൽ ആകർഷകമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. എങ്കിലും അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു സംഭവമാണ് അവിടെ ഉള്ള തെക്കുംഭാഗം സിനഗോഗ്. തെക്കുംഭാഗം സിനഗോഗിൻ്റെ കാഴ്ചകളിലേക്കാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളിലൊന്നാണ് എറണാകുളം ബ്രോഡ്വേയിലെ ജൂതത്തെരുവ്. ജൂതന്മാർ വ്യാപാര കേന്ദ്രങ്ങൾ നടത്തിയിരുന്നതുകൊണ്ടാണ് ജൂതത്തെരുവ് എന്ന പേരുണ്ടായത്. കേരളത്തിൽ പലയിടങ്ങളിലും ജൂതത്തെരുവ് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിൽ എറണാകുളം ബ്രോഡ്വേയിലാണ് ഇപ്പോഴും കച്ചവട കേന്ദ്രങ്ങൾ ഉള്ള സ്ഥലം. എന്നാൽ കേരളത്തിലെ ജൂതന്മാർ ഇസ്രായേലിലേക്ക് കുടിയേറിയതോടുകൂടി ഇവിടെയുള്ള സിനഗോഗുകളെല്ലാം വിസ്മൃതിയിലാണ്ടുപോയി. ജൂതന്മാരെ സംബന്ധിച്ച് അവർക്കൊരു ദേവാലയമേ ഉള്ളൂ. അത് ജെറുസലേം ദേവാലയമാണ്. ജെറുസലേം ദേവാലയം ഇപ്പോഴും പുനർനിർമ്മിക്കാൻ കഴിയാതെ തുടരുകയാണ്. ജൂതന്മാരുടെ ആധ്യാത്മിക ആവശ്യങ്ങളെല്ലാം നടക്കുന്നത് സിനഗോഗുകൾ വഴിയാണ്. സിനഗോഗുകളിലാണ് അവർ തോറ വായിക്കുകയും അവരുടെ ഗ്രന്ഥം വ്യാഖ്യാനിക്കുകയും അവർ പ്രാർത്ഥിക്കാൻ ഒത്തുകൂടുകയും ചെയ്യുന്നത്. കേരളത്തിലെ സിനഗോഗിൻ്റെ പ്രത്യേകത കേരളീയ സാംസ്കാരിക തനിമയോടുകൂടിയാണ് സിനഗോഗുകൾ പലതും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിന് ഉദാഹരണമാണ് ചേന്ദമംഗലത്തും പറവൂരുമൊക്കെയുള്ള സിനഗോഗുകൾ. 1948 പുനർനിർമ്മിച്ച തെക്കുംഭാഗം സിനഗോഗ് ഇന്ന് ജീർണാവസ്ഥയിലാണ്. അത്യപൂർവം അവസരങ്ങളിൽ മാത്രമാണ് ഈ സിനഗോഗ് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നത്. ഈ സിനഗോഗിൻ്റെ ഉൾവശത്ത് ഇപ്പോൾ പ്രവേശനമില്ല. ഈ സിനഗോഗിൽ ഉണ്ടായിരുന്ന വിളക്കുകളും അതുപോലെ ആർക്കും തോറ സൂക്ഷിക്കാനുള്ള പേടകം ഒക്കെ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ജൂതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് തോറ. തോറ സൂക്ഷിക്കുന്നത് ചുരുളുകളായ ആട്ടിൻതോലിലോ മറ്റുമൊക്കെയുള്ള ചുരുളുകളായി പേടകത്തിനുള്ളിലാണ് സൂക്ഷിക്കുന്നത്. തദ്ദേശവാസികൾ ഈ സിനഗോഗിനെ യെല്ലോ സിനഗോഗ് എന്ന് വിളിക്കാറുണ്ട്. അതിന് കാരണം സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇതിന് ലഭിക്കുന്ന മഞ്ഞ നിറമാണ്. ഇന്ന് ഈ സിനഗോഗ് ജീർണാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ സിനഗോഗ് വേണ്ടത്ര പരിചരണമില്ലാതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഇന്ന് മാറിയിരിക്കുകയാണ്. കേരളത്തിലേക്ക് AD 70 തന്നെ ജൂതന്മാരുടെ കുടിയേറ്റമുണ്ടായി എന്നാണ് കരുതപ്പെടുന്നത്. പല കാലങ്ങളിൽ വ്യാപാരികളായും മറ്റും ഇവിടെ എത്തിയ ജൂതന്മാർ കേരളത്തിൽ തങ്ങളുടെ വാസം ഉറപ്പിച്ചു. മലബാറി ജൂതന്മാർ എന്നാണ് തദ്ദേശവാസികളായ ജൂതന്മാർ അറിയപ്പെടുന്നത്. മലബാറി ജൂതന്മാർക്ക് മലയാളം എഴുതുകയും വായിക്കുകയും ഒപ്പം കേരളീയ സംസ്കാര തനിമയിൽ ജീവിക്കുകയും ചെയ്തവരാണ്. പോർച്ചുഗീസുകാരുടെ ആഗമനത്തിന് ശേഷം കേരളത്തിലേക്ക് വന്നവരാണ് പരദേശി ജൂതന്മാർ. അവരുടേതാണ് മട്ടാഞ്ചേരിയിലുള്ള പരദേശി സിനഗോഗ് എന്നതും ഈ അവസരത്തിൽ സ്മരണീയമാണ്. AD 70 ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ അതിനുശേഷം 2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ പ്രവാസികളായി ജൂതന്മാർ എത്തിയെന്നാണ് കരുതപ്പെടുന്നത്. കൊടുങ്ങല്ലൂരിലേക്ക് വന്ന അവർ പാലയൂർ, മാള, പുല്ലൂറ്റ് എന്നീ സ്ഥലങ്ങളിൽ അവരുടെ താമസം ഉറപ്പിച്ചതായി പറയപ്പെടുന്നു. സോളമൻ രാജാവിൻ്റെ കാലഘട്ടം മുതലേ ജൂതന്മാരുടെ കച്ചവടം കേരളവുമായിട്ട് നിലനിൽക്കുന്നതായിട്ടാണ് പറയപ്പെടുക. പിന്നീട് മുസ്ലിസിൻ്റെ വളർച്ചയെ തുടർന്ന് നിരവധി വ്യാപാരികൾക്കൊപ്പം ജൂത വ്യാപാരികളും ഈ മണ്ണിലേക്ക് കടന്നു വന്നു. വിവിധ ചെപ്പേടുകളിലൂടെ ജൂതന്മാർക്ക് കേരളത്തിൽ അവകാശം നേടിക്കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ജൂതന്മാർക്ക് നാട്ടുരാജാക്കന്മാർ പ്രത്യേക സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കൊച്ചി രാജവംശം ജൂതന്മാർക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളെല്ലാം അവരുടെ കൊട്ടാരമായ തൃപ്പൂണിത്തറ ഹിൽ പാലസിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ജൂത ചെപ്പേടിലൂടെയും തരിസാപ്പള്ളി ചെപ്പേടിലൂടെയും ജൂതന്മാർക്ക് നൽകിയ അവകാശങ്ങൾ കേരള ചരിത്രത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നിലനിൽക്കുന്നു എന്ന് നമുക്കറിയാം. 1901 സെൻസസ് പ്രകാരം 8 പള്ളികളിലായി 1288 ജൂതന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ജൂതന്മാരുടെ എണ്ണം കേരളത്തിൽ വിരലിൽ എണ്ണാവുന്ന മാത്രമേ ഉള്ളൂ. കേരളത്തിലുണ്ടായിരുന്ന മലയാളം അറിയാമായിരുന്ന മലയാളികളായി ജീവിച്ചിരുന്ന ജൂതന്മാർ എല്ലാവരും തന്നെ ഇസ്രായേലിലേക്ക് കുടിയേറുകയും ഇസ്രായേൽക്കാരായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്ന് നമുക്ക് അറിയാൻ പറ്റുക. കോളനി വാഴ്ചക്കാലത്ത് കേരളത്തിലെത്തിയ ജൂതന്മാർ വെളുത്ത ജൂതന്മാർ അല്ലെങ്കിൽ പരദേശി ജൂതന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കറുത്ത ജൂതർ എന്ന് വിളിച്ചിരുന്നവരാണ് മലബാറി ജൂതർ അല്ലെങ്കിൽ കേരളക്കരയിൽ ഉണ്ടായിരുന്ന ജൂതന്മാർ. ജൂതന്മാരുടെ ആരാധനാലയത്തെ സിനഗോഗ് അല്ലെങ്കിൽ പള്ളി എന്നാണ് അറിയപ്പെടുക. അങ്ങനെ കേരളത്തിൽ ഉണ്ടായിരുന്ന സജീവമായിട്ട് നിലനിന്നിരുന്ന
8 ജൂതപ്പള്ളികളുടെ ശേഷിപ്പുകളാണ് ഇനി ബാക്കിയുള്ളത്. ഇതിൽ നമ്മുടെ ചാനലിൽ കേരളത്തിലെ പരദേശി സിനഗോഗ്, മാള സിനഗോഗ്, പറവൂർ സിനഗോഗ്, ചേന്ദമംഗലം സിനഗോഗ് എന്നിവയെക്കുറിച്ചൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കേരളത്തിലെ ഇതര ജൂതപ്പള്ളികളിൽ നിന്നും കുറേയേറെ വ്യത്യസ്തമായി ഡബിൾ ഹൈറ്റിൽ പണിതീർത്തിരിക്കുന്ന ഒരു പള്ളിയാണ് തെക്കുംഭാഗം സിനഗോഗ്. ഇതിൻ്റെ പഴയ ചിത്രങ്ങളിൽ നിന്നും നമുക്ക് ഈ സിനഗോഗിലുണ്ടായിരുന്ന ബേമയും രണ്ടാം ബേമയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ സിനഗോഗ് കേരള ചരിത്രത്തിൻ്റെ ഏടുകളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നതിനാൽ ഗവൺമെൻറ് മുൻകൈയെടുത്ത് ഈ സിനഗോഗിനെ സംരക്ഷിക്കണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സിനഗോഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തോറ സൂക്ഷിക്കുന്ന പേടകമാണ്. തോറയെ ഒരു മണവാട്ടിയെപ്പോലെയാണ് അണിയിച്ചൊരുക്കുക. തോറ സൂക്ഷിച്ചിരിക്കുന്ന പേടകം സ്വർണം, വെള്ളി ആഭരണങ്ങൾ കൊണ്ടും കിരീടങ്ങൾ, ഞാലികൾ, പട്ടുവിരികൾ എന്നിവ കൊണ്ടുമൊക്കെ സൂക്ഷിക്കുന്ന പതിവാണ് ജൂതന്മാർക്കുള്ളത്. ഇത്തരം തോറ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. തോറ ഉൾപ്പെടുന്ന പേടകം സൂക്ഷിക്കുന്നത് ആർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഒരു വേദിയിലാണ്. ഹേക്കൽ എന്നും ഇതിന് പേര് പറയുന്നു. പള്ളിയുടെ ചുമരിലാണ് ഇത് സ്ഥാപിക്കുന്നത്. ജെറുസലേമിനെ അഭിമുഖമായിട്ടാണ് ജൂതന്മാർ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജെറുസലേമിനോട് കഴിയുന്ന അത്ര ചേർന്ന് നിൽക്കുന്നു എന്നുള്ള അഭിപ്രായത്തിലാണ് ഇത് സിനഗോഗിൻ്റെ ഭിത്തിയിൽ ബേമയ്ക്ക് എതിർവശമായിട്ട് സ്ഥാപിക്കുന്നത്. ജൂത മതജീവിതത്തിലെ ശാബത്ത് ദിവസമാണ് അവർ പള്ളിയിൽ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടത്തുന്നത്. വെള്ളിയാഴ്ച അസ്തമയം മുതൽ ശനിയാഴ്ച അസ്തമം വരെയാണ് ജൂതന്മാരുടെ ശാബത്ത് നിലകൊള്ളുന്നത്. അധ്വാനങ്ങളിൽ നിന്നും വിട്ടുമാറി പ്രാർത്ഥനയും പഠനവും വിശ്രമവുമായി ശാബത്ത് ആചരിക്കണമെന്നാണ് ജൂത പ്രമാണം. വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ച രാവിലെയും പ്രത്യേക സമൂഹ പ്രാർത്ഥനകൾ സിനഗോഗിലുണ്ടാവും. വീട്ടിൽ മേശയൊരുക്കി ശാബത്ത് ഭക്ഷണം അനുഷ്ഠാനപൂർവം കഴിക്കുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ശാബത്ത് എന്ന ഹീബ്രു വാക്കിന് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതാണ് അർത്ഥം. ജൂത മേഖലകളിലെല്ലാം ശാബത്ത് ദിവസം നിശ്ചലമായിരിക്കും. മുമ്പൊക്കെ പറവൂർ സിനഗോഗിൻ്റെ മുമ്പിലുള്ള വഴി ശാബത്ത് ദിവസം അടച്ചിടുന്ന പതിവുണ്ടായിരുന്നു. പറവൂർ സിനഗോഗിൻ്റെ വീഡിയോയിൽ നമുക്ക് ആ ഗേറ്റ് സ്ഥാപിച്ചിരുന്ന 2 തൂണുകൾ ഇപ്പോഴും കാണാവുന്നതാണ്. കേരളത്തിൻ്റെ സംസ്കാര ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ജൂതന്മാരുടെ ഓർമ്മകൾ പേറുന്ന തെക്കുംഭാഗം സിനഗോഗ് നവീകരിച്ച് ജനങ്ങൾക്ക് കാഴ്ചയ്ക്കായി തുറന്നു കൊടുക്കണം എന്ന് അധികാരികളോട് ബോധിപ്പിക്കുകയാണ്. തെക്കുംഭാഗം സിനഗോഗിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ സിനഗോഗിലേക്ക് എത്താൻ എറണാകുളം ബ്രോഡ്വേയിൽ നിന്നും വളരെ എളുപ്പത്തിൽ ചെല്ലാം. എറണാകുളം മാർക്കറ്റിൽ നിന്നാണ് വഴിയുള്ളത്. പക്ഷേ ഈ സിനഗോഗ് മിക്കവാറും ദിവസങ്ങളിൽ അടച്ചാണ്. ഡിസ്ക്രിപ്ഷനിൽ റൂട്ട് മാപ്പ് ചേർക്കുന്നുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.